ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എന്റെ ഈ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് പലർക്കും ആ സൃഷ്ടാവ ദൈവത്തെ മനസ്സിലായിട്ടുണ്ട്. മറ്റ് അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പിടികിട്ടിയിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റും നമുക്ക് ഭൗതികത്തോട് തോന്നുന്ന ചില നമ്മുടേതായിട്ടുള്ള ചില ശരികളും നമുക്ക് കിട്ടിയ ചില അറിവുകളും ഇതൊക്കെ യഥാർത്ഥത്തിൽ പലതും ശരിയല്ല എന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതും ശരിയാണോ? അപ്പൊ ഇത് പലർക്കും പല കൺഫ്യൂഷൻസ് വരും. കാര്യം ഇത്രനാളും കേട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതാണോ ശരി, ഇതാണോ ശരി, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ശരി, ഇനി എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കണം, നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശരിക്കും ആത്മാവിന് ഇഷ്ടമാണോ, ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനിൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ, ഇനി അങ്ങനെ ചോദിക്കാമോ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് വാങ്ങിക്കാമോ? ഇപ്പൊ എന്റെ മെസ്സേജുകളൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ ഇതനുസരിച്ച് പലതും ചെയ്യാൻ പറ്റുന്നില്ല, ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഇനി പല കാര്യങ്ങളും രഹസ്യമായി നമ്മൾക്ക് അറിയാവുന്നത് പരസ്യമായിട്ട് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? കാര്യം ഒരു ഗുരുവായിട്ടുള്ള ഒരാളുടെ പോലും എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ടുള്ളതെന്ന് പോയി ഷെയർ ചെയ്യാൻ പറ്റൂല. ഇനി അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ തന്നെ പലരും അവരുടെ ഉള്ളിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചും കൊണ്ടും മാറ്റി വെച്ചും കൊണ്ടും ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. വേറെ കൺസൾട്ടന്റ് ആയിട്ട് ആരുടെ അടുത്ത് പോയാലോ, ഡോക്ടറുടെ അടുത്ത് പോയാലോ ശരി, ഏതെങ്കിലും ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലർമാരുടെ അടുത്തൊക്കെ പോയാൽ പോലും ഓരോരുത്തരും അവരുടെ ഭാഗമാണ് കറക്റ്റ് ശരി എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ശരിയായിട്ടുള്ള കാര്യം അവിടെ കിട്ടൂല. അത് ആരുടെയും കുഴപ്പമല്ല അത്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ അവരുടെ പഠിച്ചത് വെച്ചിട്ടും അവരുടെ അറിവ് വെച്ചിട്ടും ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും മക്കളായാലും മകനായാലും എല്ലാവരും അവരുടെ ശരിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ശരി അല്ല എന്ന് ബോധ്യപ്പെട്ടും കൊണ്ട് മനഃപൂർവ്വം തെറ്റ് പ്രവർത്തിക്കുകയും തെറ്റ് പറയുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്നവരൊക്കെ വളരെ കുറച്ചു പേരേ ഉള്ളൂ. പലരും അവരുടെ ഉള്ളിൽ കിട്ടുന്നത് അല്ലെ ഇതാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് 100% വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ചില ചൊല്ലു പറയും, അമ്മയെ തല്ലുന്ന മകന് പറയാൻ കുറെ ന്യായങ്ങൾ കാണും. സ്വന്തം അമ്മയെ തല്ലി, പക്ഷെ ചോദിച്ചാൽ തന്നെ കുറെ ന്യായങ്ങൾ കാണും, കുറെ അമ്മയുടെ കുറ്റവും കുറവും പറയും. പക്ഷെ അവൻ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്ന ബോധം ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല അവസരങ്ങളില് പ്രത്യേകിച്ച് എന്നിലൂടെ ദൈവത്തെ, സൃഷ്ടാവ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ശരിക്കും ആ പ്രകൃതി ഇപ്പോൾ സ്ട്രിക്റ്റ് ആണ്, ഇനി പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ടൊന്നും പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടൂല, പാലിക്കേണ്ട പല ധർമ്മങ്ങളും പാലിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ, അവനവന്റെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാം ചെയ്യണം, അതാണ് ശരിക്കും വേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെ നമ്മുടെ മുന്നോട്ടുള്ള പ്ലാനിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പലതും ശരിയാണോ തെറ്റാണോ, അങ്ങനെ ചെയ്യാമോ ചെയ്തൂടെ, ഇങ്ങനെ കൺഫ്യൂഷനാണ്. ഒരു വശത്ത് ദൈവ ഭയമുണ്ട്, മറുവശത്ത് ഭക്തി ഉണ്ട്, എന്നാൽ ഒരു വശത്ത് ഭൗതികമായിട്ടുള്ള ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റിപ്പോയാലോ, ദൈവവിരുദ്ധം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ വിരുദ്ധത്തിലായാലോ എന്ന് പേടിച്ച് പലർക്കും കറക്റ്റ് ഇങ്ങനെ നടക്കണമേ, അല്ലെ ഇത് സംഭവിക്കണമേ, ഇങ്ങനെ ആകണമേ എന്നൊന്നും പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇപ്പോ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അതങ്ങനെ വരും. ശരിക്കും ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുകയും ഭക്തിയും, ഈ ഭയഭക്തി ബഹുമാനം എന്നാണ് എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളത്, ഇത് മൂന്നും ചേർന്ന ഒരു വികാരം. ഇതൊക്കെ വരുന്നവർക്ക് സ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളോ ഒന്നും വരൂല. പക്ഷേ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോ ഇപ്പോ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്, പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചും കൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ഞാൻ എന്റെ നേരത്തെ ഒരു മെസ്സേജിലും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട് പല കാര്യങ്ങളും നമ്മളങ്ങ് ചെയ്യും. തടസ്സം വരുമ്പോ അല്ലെങ്കിൽ വരുമ്പോ അപ്പൊ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറി ചിന്തിക്കും. അപ്പൊ ഇതേപോലെയാണ് പലരും ഇപ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നത്, എന്റെ സംശയങ്ങൾ ചോദിക്കുന്നത്. അവർ പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ചും കൊണ്ട് ഇത് ദൈവത്തിന്റെ പ്ലാനിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ പ്ലാൻ രണ്ടാം സ്ഥാനം. അവർ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്ലാനിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നടക്കണം, അല്ലെങ്കിൽ ഇത് സാധിച്ചു തരണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചും കൊണ്ട്
പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും ആ ചെയ്യുന്ന കാര്യം ചെയ്തു ചെയ്യുന്നുണ്ട്, പലതും ഫ്ലോപ്പായി പോകുന്നുണ്ട്, അതിലൂടെ ചില കഷ്ടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ദൈവത്തിലോട്ട് പൂർണ്ണമായി സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റി? അപ്പൊ അത് ചെയ്യണ്ട എന്നതാണ് പ്ലാനെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് പ്ലാനെങ്കിൽ, ആ കാര്യം എന്തുകൊണ്ട് നടന്നു? ഇനി നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതെന്തുകൊണ്ട് അത് ഫ്ലോപ്പ് ആകുന്നു, അല്ലെ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറുന്നു? അവിടെയും നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചതല്ലേ? കാരണം ഞാൻ എന്റെ ആഗ്രഹം വെച്ചിട്ടല്ല, ദൈവത്തിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെ ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിച്ചിട്ട് നടന്നാൽ നടക്കണമെങ്കിൽ നടക്കട്ടെ, നടക്കണ്ടെങ്കിൽ നടക്കണ്ട എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് അത് നടന്നില്ല, അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആയി പോകുന്നു എന്നും പറഞ്ഞാണ് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത്തിരി ആഴത്തിലുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഭക്തർ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചും കൊണ്ട് ഭക്തിയുടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇത് മനസ്സിന്റെ മൈന്യൂട്ട് തലത്തിലോട്ടുള്ള ഒരു സംഗതിയാണ്. ശ്രദ്ധിച്ച് കേട്ടാൽ പിടികിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രകൃതി ഇപ്പൊ സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രിക്റ്റ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത്രയും നാളും നമ്മൾ ഇതാണ് ശരി അതാണ് ശരി എന്ന് വിചാരിച്ച് നമുക്ക് കിട്ടിയ അറിവിലൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ആത്മാവിന് വിരുദ്ധമാണ്. ദൈവത്തിന് വിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിന് ഇഷ്ടമില്ല എന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിന്റെ പ്ലാൻ, ദൈവത്തിന്റെ ഏതോ ഒരു തലം, ആ സ്വർഗം എന്ന് പറയുന്ന ഒരു മണ്ഡലം നമുക്ക് അങ്ങനെ പറയാം, ആ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു തലത്തിലോട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആത്മാവിന് ആ ആത്മാവിന്റേതായിട്ടുള്ള ചില പ്ലാനുണ്ട്, അല്ലെങ്കിൽ ഒരു നിയമമുണ്ട്. അത് നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നല്ലൊരു ആത്മീയ വളർച്ച നേടിയ ഒരു വ്യക്തിക്ക് തന്റെ ആത്മാവിലൂടെ ആ ആത്മാവിന്റെ ശരി ഏത് ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ ഞാൻ ഈ പറയുന്നത് പോലുള്ള വ്യവസ്ഥകൾ, പ്രകൃതിയുടെ വ്യവസ്ഥകളൊക്കെ പാലിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോയി വരുമ്പോഴേ നമ്മുടെ ആത്മാവിലൂടെ ആത്മാവിന്റെ പ്ലാനും കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം അങ്ങനെ പലർക്കും കിട്ടൂല. പക്ഷെ കിട്ടുന്ന ലെവലിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്, ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മാക്സിമം കേട്ടിട്ട് എവിടെയൊക്കെയാണോ പോസിറ്റീവ് ആവേണ്ടത് അവിടെയെല്ലാം മാക്സിമം അങ്ങ് പോസിറ്റീവ് ആയാൽ നമ്മൾ പോലും അറിയാതെ ചില സ്വപ്നത്തിലൂടെയും ധ്യാനത്തിൽ ചില മറുപടികൾ കിട്ടുന്ന ലെവലിലേക്ക് തന്നെ നമുക്ക് അനുഭവങ്ങൾ വന്നു തുടങ്ങും. അപ്പൊ മനസ്സിലായിക്കൊള്ളണം ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് നമ്മൾ ആത്മാവിനോട് തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ലെവൽ എത്താത്തവർ എല്ലാവരും ഇപ്പൊ ചെയ്യുന്നത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ദൈവത്തിൽ സമർപ്പിച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ എന്നോട് പലരും ചോദിക്കുന്നത്, സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫ്ലോപ്പായി പോകുന്നു എന്നാണ് പലരുടെ സംശയം. ഇപ്പൊ പ്രകൃതി സ്ട്രിക്റ്റ് ആയപ്പോ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ ശരിക്കും പറഞ്ഞ്, അതായത് ദൈവത്തിലേക്ക് എത്തേണ്ടവരെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു എന്ന് മനസ്സിലാക്കണം. ഇത്രയും നാൾ സ്ട്രിക്റ്റ് ഇല്ല, കാരണം നമ്മൾ തെറ്റിപ്പോയാലും മണ്ടത്തിനെ പറ്റിപ്പോയാലും നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇനി ആ പ്രൊട്ടക്ഷൻ അങ്ങനെ ഫ്രീ തരില്ല. ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്താൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് ആണല്ലോ, ശരിയായി, ഇതാണ് ശരി എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം വീണ്ടും ഇതേ മണ്ടത്തരം ചെയ്യും. വീണ്ടും പ്രകൃതി നമ്മളെ ഫ്രീ ആയി പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പോയി ഒരിക്കലും ഈ ആത്മാവിന് ഈ ജന്മത്തിൽ മോക്ഷം ലഭിക്കൂല. അപ്പൊ പ്രകൃതി സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളായിട്ട് ഒരുപാട് നെഗറ്റീവ് നമ്മളിലുണ്ട്. ഈ നെഗറ്റീവ് ഒക്കെ നമ്മളെ സദാ പീഡിപ്പിക്കുകയും നമ്മളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്തിരിക്കും, മാറ്റമൊന്നുമില്ല. പക്ഷെ ആ ദ്രോഹത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും നമ്മളെ ദൈവം ഫ്രീ ആയി പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ ആ ഒരു മനസ്സ് കണ്ടിട്ട്, അറിവില്ലാത്ത വ്യക്തിയാണല്ലോ, ഒന്നും അറിവിടാത്തതാണല്ലോ, ഇത് ശരിയെന്ന് വിചാരിച്ചാണല്ലോ ഈ മണ്ഡലത്തിലൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മളെ പോസിറ്റീവ് ശക്തികൾ, പ്രകൃതിയിൽ പോസിറ്റീവ് ശക്തി നമ്മളെ ഫ്രീ ആയി പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് പോകും തോറും നമ്മൾ ഒരിക്കലും ശരി പഠിക്കുന്നില്ല. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും ആത്മാവിന്റേതായിട്ടുള്ള ലെവലിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വ്യവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നു വരില്ല. എന്നും ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾ അതിൽ സുഖിച്ച് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെ വീണ്ടും ചെയ്ത് പോകുന്നു. അപ്പൊ ശരി പഠിക്കണ്ടേ? ഈ ശരി നമ്മളെ പഠിപ്പിക്കലാണ് ഈ കാലഘട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 1-2 പ്രാവശ്യം കേട്ടു നോക്കിയാലേ ഇത് പിടികിട്ടുള്ളൂ. ഇത് കുറച്ച് നമ്മളെ മനസ്സ് സ്കാറ്ററായി പോകും. നെഗറ്റീവ്സ് ഇതിനെ മാച്ച് കളയും. നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കണം. ഈ പ്രകൃതി സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിലേക്ക്, പോസിറ്റീവിലേക്ക് എത്തേണ്ട ആത്മാക്കളെ അതാത് തലത്തിലേക്ക് എത്തിക്കാൻ കണക്കിന് ഓരോ ആത്മാക്കളെയും
സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു. അതായത് അവരുടെ ആത്മാവിനെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ആത്മാവിന്റെ ലെവലിലേക്ക് എത്താനായി നമ്മുടെ ബോധമനസ്സ്, ഭൗതിക മനസ്സിനെയും ട്രെയിൻ ചെയ്ത് എത്തിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഭൗതിക മനസ്സും ആത്മാവിന്റെ മനസ്സും, അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരേ റേഞ്ചിലെത്തിയാലേ അവിടെ ഒരു തർക്കം അല്ലെങ്കിൽ സംശയം ഇല്ലാതെ നമ്മൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സംശയം വരും. ഇപ്പൊ ഭൗതിക മനസ്സിൽ ഈ ഒരു കാര്യം നമുക്ക് വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയും ഉപബോധ മനസ്സ് അല്ലെങ്കിൽ ആത്മീയ മനസ്സിന് അത് വേണ്ട. അപ്പൊ നമുക്ക് വേണോ വേണ്ടേ, വേണോ വേണ്ട, ഇനി ഒരു ഫൈറ്റ് അകത്ത് നടന്നുകൊണ്ടിരിക്കും. വേണോ എന്നുള്ള ആഗ്രഹമുണ്ട്, വേണ്ടെന്നുള്ളിൽ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വേണോ വേണ്ടേ, വേണോ വേണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ, ഇങ്ങനെ ഒരു സംശയം കിട്ടിക്കൊണ്ടിരിക്കും. ഈ സംശയമാണ് ഇനി പാടെ മാറേണ്ടത്. ഇത് ഈ അന്ത്യകാലത്ത്, ഈ കാലഘട്ടത്താണ് ദൈവം ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഈ മനസ്സിനെ മാറ്റി ചേഞ്ച് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇതെങ്ങനെ മാറുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമുക്കത് തെറ്റിപ്പോകുന്നു എന്ന് വരുമ്പോ നമ്മൾ തന്നെ അത് മടുത്ത് വേണ്ടാന്ന് വെക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് ഇനി എനിക്കത് ആവശ്യമില്ല, അതെനിക്ക് വിധിച്ചിട്ടുള്ള അല്ല എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുമ്പോഴാണ് ശരിക്കും ഭൗതിക മനസ്സിൽ നിന്നും ഈ ആഗ്രഹം പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഇത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളിപ്പോ ദൈവത്തിൽ അർപ്പിച്ചും കൊണ്ട്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവത്തിൽ അർപ്പിച്ചും കൊണ്ട് സമർപ്പിച്ചും കൊണ്ട് ഞാൻ ഈ കാര്യം ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അത് വെറുതെയാണ് നിങ്ങളത് ഇല്ല എന്ന് പറയുന്നത്, അങ്ങ് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്നോട് ദൈവം പറഞ്ഞതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. നടന്നാൽ നടന്ന്, നടന്നില്ലെങ്കിൽ നടന്നില്ല. ഇത് രണ്ടും ഞാൻ അംഗീകരിക്കും. ഞാൻ ആ കാര്യം ചെയ്യും, കർമ്മം പ്രതിഫലിക്കാതെ ഞാൻ ചെയ്യും. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഫ്ലോപ്പ് ആയാലും എനിക്ക് വിഷയമല്ല, അത് ഗുണമായാലും വിഷയമല്ല. പല കാര്യങ്ങളും എനിക്ക് ഇൻഫർമേഷൻ കറക്റ്റായി കിട്ടുന്നുണ്ട്. അത് വേണോ അത് വേണ്ടേ എന്നുള്ളത് എനിക്ക് വേണോ വേണ്ടേ എന്നുള്ളത് കിട്ടും. പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ അത്ര കണ്ട് പൂർണ്ണനാവാത്തത് കൊണ്ട് പല കാര്യത്തിൽ എനിക്ക് ഭൗതികമായിട്ട് ചില പ്ലാൻ വരും, അല്ല ആഗ്രഹങ്ങൾ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് മനസ്സ് വരും, വേണോ വേണ്ടേ. അപ്പൊ ഞാനും പൂർണ്ണമായ ദൈവത്തിൽ സമർപ്പിക്കും. പക്ഷെ ഞാൻ സമർപ്പിച്ചിട്ട് ഞാനത് രണ്ടും ദൈവത്തിന് വിട്ടുവിടും. നടന്നാലും ഓക്കെ, നടന്നില്ലേലും ഓക്കെ, ഞാൻ ചെയ്യേണ്ട കർമ്മം ചെയ്യും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. പക്ഷെ എന്നോടിപ്പോ സംസാരിക്കുന്ന, സംശയം പറയുന്ന പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നത് പൂർണ്ണമായി സമർപ്പിച്ചു, പക്ഷെ അത് എന്തുകൊണ്ട് അത് ഫ്ലോപ്പായി പോയി. എന്തുകൊണ്ട് ഫ്ലോപ്പായി പോയി എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകും അകത്ത് അത് സക്സസ് ആകണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ടാണ് സമർപ്പിച്ചത്. ഒരിക്കലും പൂർണ്ണമായിട്ട് നടന്നാൽ നടന്ന്, നടന്നില്ലേൽ നടന്നില്ല എന്ന് പറഞ്ഞല്ല സമർപ്പിച്ചേക്കുന്നത്. നടക്കണം എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വെച്ചും കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഈ ആഗ്രഹം ദൈവത്തിനറിയാം. അപ്പൊ ദൈവത്തോട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടെന്നും ദൈവത്തിനറിയാം. നടക്കും എന്നൊരു എവിടെയോ ഒരു പ്രതീക്ഷ വെച്ചും കൊണ്ടാണ് ദൈവത്തിലേക്ക് സമർപ്പിച്ചേക്കണമെന്നും ദൈവത്തിനറിയാം. പക്ഷെ നമ്മുടെ ആത്മാവിന് ഇത് പ്ലാൻ കാണൂല, ആത്മാവിന് ഇത് താല്പര്യം കാണൂല. പക്ഷെ താല്പര്യം ആർക്ക്? ഭൗതിക മനസ്സുള്ള എനിക്ക്. ഉദാഹരണത്തിന് ഒരു ജോലിക്ക് ഞാൻ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു. ദൈവമേ കിട്ടിയാലും ശരി, കിട്ടിയില്ലേലും ശരി, ദൈവത്തിന് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നു. ദൈവത്തിന്റെ പ്ലാൻ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. കാരണം ഇൻഫർമേഷൻ കിട്ടുന്നില്ല, ജോലിക്ക് പോണ്ട എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ളിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാലല്ലേ നമുക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലെവൽ വരുന്നില്ല. കാരണം ഭൗതികമായിട്ടുള്ള ആഗ്രഹമൊന്നും കിടപ്പുണ്ട്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ആവശ്യമുണ്ടോ എന്നൊരു എവിടെന്നോ ഒരു സംശയമുണ്ട്. അപ്പം ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ പോകുന്നു. പക്ഷെ എന്തുകൊണ്ട് ദൈവമേ ഞാൻ സമർപ്പിച്ചിട്ടും അത് ഫ്ലോപ്പായി പോയി, ഇല്ലെങ്കിൽ ആ പോക്ക് മുടക്കിത്തരാത്തത്? ഇങ്ങനെയാണ് പലരുടെ സംശയം. അപ്പൊ എന്തുകൊണ്ടത് ഫ്ലോപ്പായി എന്ന് പറയുമ്പോഴേ മനസ്സിലായിക്കോളൂ അത് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടാൻ അവിടെ പ്ലാൻ ഇല്ല, വേണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം വെച്ചും കൊണ്ടുള്ള ഒരു സമർപ്പണമായിരുന്നു അവിടെ നടന്നത്. പക്ഷെ ഇങ്ങനെ സമർപ്പിക്കണമെന്നും ദൈവത്തോട് സമർപ്പിച്ചു, ആ കാര്യം നടന്നു, പക്ഷെ ഫ്ലോപ്പായി പോയി. ഇങ്ങനെ സമർപ്പിക്കണമെന്നും അത് ഫ്ലോപ്പ് ആകണം എന്നതാണ് ദൈവത്തിന്റെ പ്ലാൻ. കാരണം ഞാനീ പറഞ്ഞ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേട്ടോളണം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് അത് ചെയ്ത് ഫ്ലോപ്പായാലേ പല ആവർത്തി അത് ചെയ്ത് ഫ്ലോപ്പാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ കാര്യത്തോടുള്ള ആഗ്രഹം താനേ തീരും. അങ്ങനെ താനേ തീർന്ന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇനി ഇങ്ങനൊരു പരിപാടിയേ വേണ്ട എന്ന് 100% അകത്ത് ഉറപ്പ് വരുമ്പോഴാണ് ഇത് വേണ്ട എന്ന ആഗ്രഹത്താൽ ഇരിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സിലെ ആത്മാവുമായിട്ട് നിങ്ങൾ ഒരുമപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഐക്യമാവുന്നത്. പക്ഷെ എവിടെയെങ്കിലും അത്
കിട്ടിയാൽ കൊള്ളാം, അത് വേണം, ഈ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് നമ്മൾ സമർപ്പിച്ചു പോണെങ്കിൽ ആത്മാവിനും ദൈവത്തിനും അറിയാം നിങ്ങൾ 100% ആത്മാവിന്റെ ഇഷ്ടത്തിൽ എത്തിയിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ പ്ലാനില് നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? നിങ്ങൾ ആ ജോലിക്ക് ആയിട്ട് പോണം, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോണം, അത് കിട്ടാതെ വരണം. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. എങ്കിലേ നിങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ ജോലിക്ക് പോയി ജോലി കിട്ടുന്നില്ല ഇങ്ങനെ വരുമ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭൗതിക മനസ്സുകൊണ്ട് മടുക്കും, വിഷമവും നിരാശ വേണ്ടി ഇനി ആ പരിപാടി വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഓക്കെ ആയി. അപ്പം ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? നിങ്ങൾ ഓക്കെ ആകണം എന്നുള്ളതാണ്. അതായത് ശരിയും തെറ്റും വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ 100%ത്തിലേക്ക് ഒരു തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ. അതാണ് ദൈവം അവിടെ നിങ്ങളെ ചെയ്യിപ്പിച്ച് അത് നിർത്തിച്ചു കളഞ്ഞത്. എന്റെ അനുഭവത്തിൽ ഒരുപാട് പണ്ട് ഈ 10-20 വർഷം മുമ്പൊക്കെ പല കാര്യങ്ങളും ഞാൻ ഇതുപോലെ സമർപ്പിച്ചും കൊണ്ട് ചെയ്യും. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ചെറിയ ആഗ്രഹം ഉണ്ടായിട്ട് വെച്ചാണ് ഞാൻ അന്നൊക്കെ സമർപ്പിക്കുന്നത്. അത് അങ്ങ് സംഭവിക്കും, നടക്കും. ഞാൻ വിചാരിക്കും ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, അതിപ്പോ ഓക്കെ ആയി. റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണെന്ന് വെച്ചുമ്പോൾ അത് പരാജയമായിരിക്കും, ചിലപ്പോൾ ധനനഷ്ടമൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് നടക്കട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞല്ലേ ഞാനത് ചെയ്തത്. അപ്പൊ ദൈവം അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്യുമ്പോഴും സമർപ്പിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അത് സക്സസ് ആകണം എന്ന ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഈ ആഗ്രഹമാണ് അവിടെ ഫുൾ നിർത്തേണ്ടത്, അല്ല ആ ഒരു സിറ്റുവേഷൻ അല്ല അവിടെ ബ്ലോക്ക് ആവേണ്ടത്. ഈ ഒരു ആഗ്രഹം, ഇനി മേലെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകരുത്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ജോലി നഷ്ടപ്പെട്ടു, വീണ്ടും പോയി, പിന്നെയും ജോലി നഷ്ടപ്പെട്ടു, അത് എന്തുകൊണ്ടാണ് എനിക്ക് ഒരിടത്ത് ഒരു ജോലി ശരിയാകാത്തത്? അപ്പൊ ഞാൻ എന്റെ ആത്മീയത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടാവാം ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഹൈ തലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആത്മാവാണെങ്കിൽ നിങ്ങൾ ആരുടെയും കീഴിൽ ജോലിക്ക് നിൽക്കുന്നത് ആത്മാവിന് ഇഷ്ടമല്ല. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്തി നിൽക്കണം. പക്ഷെ വിശ്വാസമില്ല. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ഫ്ലോപ്പായി പോയാലോ, പൊളിഞ്ഞു പോയാലോ, നഷ്ടം വന്നാലോ എന്ന അവിശ്വാസം കൊണ്ടാണ് നിങ്ങൾ സ്വന്തമായി ചെയ്യാത്തത്. ഈ അവിശ്വാസം കൊണ്ടുവരുന്നതേ ഈ അസുരന്മാരാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. പക്ഷെ നിങ്ങൾ എന്റെ ഈ നിയമം, ഞാൻ ഈ വ്യവസ്ഥ പറഞ്ഞതല്ലേ, നിങ്ങൾ സൃഷ്ടാവാൻ ദൈവത്തിന്റെ ഹൈയിലെത്തേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്തിരിക്കണം. എങ്കിലേ നിങ്ങളുടെ ആത്മാവ് ഹാപ്പി ആകുള്ളൂ, എങ്കിലേ നിങ്ങളുടെ ആത്മാവ് സ്വതന്ത്രനാവുള്ളൂ. ഇല്ലെങ്കിൽ ഏതോ അസുരന്റെ കീഴിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകും. അവൻ പറഞ്ഞനുസരിച്ച് ഓച്ചാനിച്ച് നിന്ന് ജോലി ചെയ്യേണ്ട ഗതിയായിപ്പോ. അത് ആത്മീയത്തിൽ നിങ്ങൾക്ക് വളരാൻ പറ്റൂല. ഇത് ഞാൻ പല പ്രാവശ്യം പറയണതാണ്. പക്ഷെ എന്നാലും കേൾക്കാതെ വീണ്ടും പലയിടത്തും ഇന്റർവ്യൂവിന് പോകും, ജോലി കിട്ടും, കുറച്ച് ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടും, അടുത്തടുത്ത് പോകും, നഷ്ടപ്പെടും. പക്ഷെ അവർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ദൈവത്തിൽ സമർപ്പിച്ചിട്ട് എന്തിന് ഇന്റർവ്യൂവിന് പോകണം? അവിടെയാണ് ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വല്ലവന്റെയും കീഴിൽ ജോലിക്ക് പോകുന്നതേ പ്ലാനിലില്ല. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാതെ വീണ്ടും പോകുമ്പോൾ ഏതൊക്കെ ജോലിക്ക് പോയി എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ സ്വന്തമായി ഇനിയൊരു ബിസിനസ് തുടങ്ങാം എന്ന 100% ഒരു ഉറപ്പിലേക്ക് എപ്പോഴെത്തുമോ അപ്പോഴാണ് നിങ്ങൾ ആ ഒരു കാര്യം പഠിച്ചത്. അതാണ് ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആത്മാവിന്റെ ഇഷ്ടമായ ഈ ഒരു കാര്യം പഠിക്കുന്നത് വരെ നിങ്ങൾ എത്ര സമർപ്പിച്ചിട്ട് ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം നോക്കി ദൈവം ആ വഴിയിൽ തന്നെ നിങ്ങളെ പല ആവർത്തി വിട്ട് അവസാനം നിരാശയിലൂടെ ഇത് പഠിപ്പിക്കും. ഇതിന്റെ ആവശ്യമുണ്ടോ? ആദ്യമേ ഞാൻ ഈ പറയുന്ന വ്യവസ്ഥ വെച്ച് നോക്കി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചും കൊണ്ട് ഉള്ള കാശില്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, പലരും എന്നെ വിളിച്ച് പറയുന്ന ഈ കാര്യത്തിലായതുകൊണ്ടാണ് ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത്. ഉള്ള കാശില് ഒരു ചെറിയ ബിസിനസ് തുടങ്ങ്, എന്നിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ നോക്ക്. ആ കുറച്ചിൽ നിന്ന്, ആ അല്പത്തിൽ നിന്ന് നിങ്ങളെ ബിസിനസ്സിലേക്ക് ഉയർത്തി തരുന്ന കാര്യം നിങ്ങളെ ആത്മാവ് നോക്കിക്കോളും. അതാണ് ആത്മാവിന്റെ ഇഷ്ടം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.